നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ സർക്കാരിന് കനത്ത പ്രഹരമാവുകയാണ് ഇന്നത്തെ കോടതിയുടെ തീരുമാനം. നവകേരള സർവേ റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം ആഗോള അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടിലെ പിഴവ് സമ്മതിക്കുകയാണ് ദേവസ്വം ബോർഡ്. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സർക്കാരിന് തിരിച്ചടി. നവകേരള സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്നും ധനകാര്യ അനുമതിയില്ലെന്നും കോടതി. പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന വിധിയെന്ന് വി ഡി സതീശൻ. സർക്കാരിന്റെ കരണത്തേറ്റ അടിയെന്ന് രമേശ് ചെന്നിത്തല. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ പിഴവ് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ബോർഡിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെന്നും ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം നടന്നിട്ടില്ലെന്നും ജയകുമാർ. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടിൽ കൃത്യത വരുത്തും. ചർച്ചയ്ക്ക് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നടൻ ജയറാമിനെ കൊച്ചി ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യുന്നു. സത്യാവസ്ഥ പുറത്തു വരണമെന്നും കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ എന്നും ജയറാം. ഇടനിലക്കാരൻ കൽപേഷും ഇ ഡിക്ക് മുന്നിൽ. മിനിറ്റ്സ് തിരുത്തിയോ എന്നറിയാനായി മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ കൈയക്ഷര മാതൃക പരിശോധിക്കും. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ചു. മരിച്ചത് കൊല്ലം നിലമേൽ സ്വദേശികൾ. 4 പേർ ചികിത്സയിൽ. അസ്മാക് ഹോട്ടൽ പോലീസ് പൂട്ടി. അന്വേഷണത്തിന് ഉത്തരവിട്ട ആരോഗ്യവകുപ്പ്. ഇടുക്കി തൊടുപുഴയിൽ റോഡരികിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി UDF. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ. AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും സുപ്രധാന മേഖലകളിലെ ഉഭയകക്ഷി ചർച്ചകളും പ്രധാന അജണ്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വൈകിട്ട് മുംബൈ ലോക് ഭവനിൽ കൂടിക്കാഴ്ച. 3.25 ലക്ഷം കോടിയുടെ റഫാൽ വിമാന ഇടപാടിൽ ഒപ്പുവയ്ക്കും. AI ഉച്ചകോടിക്ക് സൈബർ ആക്രമണ ഭീഷണി. വിദേശ ഹാക്കർമാർ ആക്രമണം നടത്തുമെന്ന ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കാൻ ഇടതുമുന്നണിയും NDAയും. LDF യോഗം ഈ മാസം 23-ന്. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തിരുവനന്തപുരത്ത് തുടരുന്നു. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി. നവകേരള സിറ്റിസൺ സർവേ ഹൈക്കോടതി റദ്ദാക്കി. സർവേ നിയമവിരുദ്ധമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. KSU സംസ്ഥാന ഭാരവാഹികൾ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. പരിപാടി നിയമവിരുദ്ധമാണെന്നും ബജറ്റ് വകയിരുത്തലോ ധനകാര്യ അനുമതിയോ ഇല്ല എന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനം തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങളിൽ നിന്ന് ചോദിച്ചറിയുന്നതിനു വേണ്ടിയാണ് നവകേരള സർവേ എന്ന പേരിൽ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചത്. ഈ സർവേക്ക് വേണ്ടി നിരവധി പ്രവർത്തകരെ ഒരു പോർട്ടൽ വഴി കണ്ടെത്തുകയും വീടുകൾ കയറി സർവേ നടത്താനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെ 80 ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. കോളേജ് വിദ്യാർത്ഥികളെ സർവേക്ക് ഉപയോഗിക്കാനും ഉത്തരവിറക്കിയിരുന്നു. പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ വോളണ്ടിയർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് CPM പ്രവർത്തകരാണെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. സർവേക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെ സർവേക്കെതിരെ 2 ഹർജികൾ കോടതിക്ക് മുന്നിലെത്തി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട LDF പ്രകടന പത്രിക തയ്യാറാക്കാൻ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ പണം ചിലവഴിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ഹർജി. പാർട്ടി കേഡർമാരെ ഇറക്കിയുള്ള സർവേയാണ് നടത്തുന്നതെന്നും ഇത് തടയണം എന്നുമായിരുന്നു ആവശ്യം. ഈ ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ. ഹർജിയിൽ നേരത്തെ സർക്കാരിനോട് കോടതി വിശദീകരണം ചോദിച്ചിരുന്നു. സർവേക്ക് ഫണ്ട് നൽകുന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിവരയിടുന്നതാണ് നവകേരള ക്യാമ്പയിനിലെ കോടതി വിധിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ നടപടി ബജറ്റ് മാനുവലിന്റെ ലംഘനമെന്നും സാമ്പത്തികമായ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും VD സതീശൻ വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനുവേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ, ഖജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷം വളരെ ഗൗരവത്തോടുകൂടി ഉന്നയിച്ച ഒരു ആരോപണം ഹൈക്കോടതി വിധിയോടുകൂടി അതിനെ അടിവരയിട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. സർക്കാരിന്റെ കരണത്ത് കിട്ടിയ അടിയാണ് കോടതി വിധിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. രാഷ്ട്രീയ പ്രചരണമായിരുന്നു. തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള
പ്രവർത്തനം സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തിക്കാനായിരുന്നു ശ്രമം. ഞങ്ങൾ അതുകൊണ്ടാണ് ആദ്യം മുതൽ എന്നെ എതിർത്തത്. കോടതിയുടെ തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കോടതി ശരിയായ അർത്ഥത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത്. നാണം കെട്ട പരിപാടിയല്ലേ അവർ ചെയ്യാൻ തീരുമാനിച്ചത്? ജനാധിപത്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് കേരളത്തിൽ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി നടത്തുകയാണ്. കിഫ്ബി എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ സ്ഥാപനമല്ല, CPMൻ്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കിൽ പിഴവ് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ ബോർഡിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നും ഓഡിറ്ററുമായി വേണ്ടത്ര ആശയവിനിമയം നടന്നിട്ടില്ലെന്നും ജയകുമാർ വ്യക്തമാക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ടിൽ കൃത്യത വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. 27-ാം തീയതിയാണ് കേസ് വരുന്നത്. അതുകൊണ്ട് 26-ാം തീയതിക്ക് മുമ്പ് ഇനി ഒരു 9 ദിവസം ഉണ്ടല്ലോ, 10 ദിവസമുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ പറഞ്ഞ റെക്ടിഫിക്കേഷൻസ് ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തണമെന്നാണ് ഇന്നത്തെ ബോർഡിന്റെ തീരുമാനം. ചർച്ചയ്ക്ക് ശേഷം ഞങ്ങളെടുത്ത തീരുമാനം. പിന്നെ അതിനുവേണ്ടി ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ന് രൂപീകരിക്കാൻ ഇപ്പോൾ ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം കമ്മീഷണറും അക്കൗണ്ട്സ് ഓഫീസറും പിന്നെ ചീഫ് എഞ്ചിനീയറും അടങ്ങുന്ന ഒരു ടാസ്ക് ഫോഴ്സ് അതിനുവേണ്ടി ഇന്ന് രൂപീകരിച്ചിട്ടുണ്ട് ബോർഡ്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ അൻഫിലിഡ് ഡിസൂസ നൽകും. അൻഫിലിഡ്, എല്ലാ കുറ്റങ്ങളും ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, ഓഡിറ്ററുമായി കൃത്യമായി സംസാരിക്കാൻ കഴിയാതിരുന്നത് ഞങ്ങളുടെ പ്രശ്നമാണ്, അത് റെക്ടിഫൈ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും സർക്കാരിനെ വലിയ തരത്തിൽ ബാധിക്കാൻ പോകുന്ന ഒരു വിഷയമാണിത്. അത് ദേവസ്വം ബോർഡ് സമ്മതിക്കുക കൂടി ചെയ്യുമ്പോൾ അതിന് ഒരു മാനങ്ങൾ മാറുകയാണല്ലോ. ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാതെ അത് സ്വയം ഏറ്റെടുക്കുകയാണ് ദേവസ്വം ബോർഡ് എന്ന ഒരു അർത്ഥത്തിൽ പറയേണ്ടിയിരിക്കുന്നു അഖില. കാരണം ഇതിനകത്ത് മുഴുവൻ ബാധ്യതയും എന്നതിനപ്പുറത്തേക്ക് അത് തെറ്റു മുഴുവൻ സ്വയം ഏറ്റെടുക്കുകയാണ് ദേവസ്വം ബോർഡ്. കാരണം കയറുന്നതിന് മുൻപ്, ഈ ഇന്നത്തെ ബോർഡ് യോഗത്തിന് കയറുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞ ആത്മവിശ്വാസവും ഒക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പ്രശ്നം ഉടനടി പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ബോർഡ് യോഗത്തിൽ കയറിയതെങ്കിലും 2 മണിക്കൂർ കഴിഞ്ഞ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ആത്മവിശ്വാസമൊന്നുമില്ല. പിഴവ് ദേവസ്വത്തിൻ്റെതാണ് എന്ന് സ്വയം ആ കുറ്റമൊക്കെ ഏറ്റെടുക്കുന്നു. ഇദ്ദേഹം ദേവസ്വമായിരുന്ന സമയത്തുള്ളതല്ല. മുൻ ദേവസ്വം കമ്മിറ്റിയുടെയും മുൻ ദേവസ്വം പ്രസിഡന്റിലേക്ക് കീഴിൽ നടന്ന അയ്യപ്പ സംഗമം, ആ സമയത്തുണ്ടായിരുന്ന പിഴവുകളാണ്. അത് പക്ഷേ പറയേണ്ട ബാധ്യതയോ ഉത്തരവാദിത്വവും ഒക്കെ K. ജയകുമാറിൽ വന്നു ചേർന്ന് K. ജയകുമാർ നിക്ഷിപ്തമായിരിക്കുന്നു. പക്ഷെ അദ്ദേഹം അപ്പോഴും ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹം പറയുന്നത് ഇതിനകത്തുണ്ടായിരുന്ന തെറ്റുകൾ ഓഡിറ്റർ, അതായത് ഇത്രയും നാൾ ഓഡിറ്റർ ഏത് എസ്റ്റിമേറ്റ് കണക്ക് നോക്കി ഓഡിറ്റ് റിപ്പോർട്ട് നൽകി എന്നൊക്കെ പറയുമ്പോഴും ഓഡിറ്റർക്ക് തെറ്റ് പറ്റിയിട്ടില്ല. വീഴ്ച പറ്റിയത് മുഴുവനും ദേവസ്വത്തിനാണ്. കാരണം ഓഡിറ്റർ പല ഘട്ടങ്ങളിലായി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ബന്ധപ്പെട്ട് പല കണക്കുകളുമൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ആശയവിനിമയത്തിൽ വന്നു, കൃത്യമായ ആ കണക്കുകൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല, ആശയവിനിമയത്തിൽ വന്ന തകരാറാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ദേവസ്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് മറ്റൊന്ന്, ഇതിനകത്ത് ആകെ ഉണ്ടായ ചെലവ് 4.99 കോടിയെ നിജപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ചെലവ് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുകയില്ല. പക്ഷേ ഊരാളുകൾ ഇപ്പോഴും 7 കോടിയിലധികം ചെലവെന്നാണ് പറയുന്നത്. അപ്പോൾ ഊരാളുകൾ ഉൾപ്പെടെയുള്ള കോൺട്രാക്ട് കമ്പനികളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും 4.99 കോടി രൂപ ചെലവെന്നതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. മാത്രമല്ല ഇത് പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. അത് 10 ദിവസത്തിനുള്ളിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് 10 ദിവസത്തിനുള്ളിൽ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായൊരു കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ദേവസ്വത്തിന്റെ ഈ ബാധ്യത മുഴുവനും, അതായത് ഈ വീഴ്ച മുഴുവനും ദേവസ്വത്തിനാണ് പറ്റിയെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോഴും മാധ്യമങ്ങൾ ആവർത്തിച്ചുള്ള ചോദ്യം, എവിടെ പിശക് പറ്റി, ആർക്കാണ് പിഴവ്, എന്തുകൊണ്ടാണ് കൃത്യമായി ഓഡിറ്റിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ജയകുമാറിന് മറുപടിയില്ല. കൃത്യമായ ബാധ്യത മുഴുവനും വീഴ്ച മുഴുവനും ദേവസ്വത്തിനാണ് പറ്റിയെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക്
5 കോടിയോളം രൂപ, അതിനപ്പുറത്തേക്ക് ചെലവ് പോകാനും പാടില്ല എന്ന് അദ്ദേഹം പറയുന്നു. 10 ദിവസത്തിന് പുതിയ ഓഡിറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി നൽകുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും എവിടെ എങ്ങനെ വീഴ്ച എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അഖില, ശരി, അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴും അവ്യക്തമായി തുടരുന്ന ആഗോള അയ്യപ്പ സംഗമം, ഭക്തരെ എല്ലാവരെയും ഒരുമിപ്പിക്കാൻ അല്ലെങ്കിൽ വിശ്വാസികളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിച്ച സർക്കാരിന് കനത്ത തിരിച്ചടിയായി മാറുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാം, ഇടനിലക്കാരൻ കൽപേഷ് എന്നിവർ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായി. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ കൈയക്ഷര പരിശോധനയ്ക്ക് ഇഡി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടൻ ജയറാമിന് സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. ശബരിമലയിലെ പാളികൾ ജയറാമിന്റെ വസതിയിൽ എത്തിച്ചതിന് പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടെന്നും 1 രൂപ പോലും പണമിടപാട് നടന്നിട്ടില്ലെന്നുമാണ് ജയറാം SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ശബരിമലയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് ഓരോ മലയാളിയുടെയും ബാധ്യതയാണെന്നും അതിലൊരാളാണ് താനെന്നും ജയറാം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സ്കാം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് 100% വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ളവരെ എല്ലാം വെളിച്ചത്ത് കൊണ്ടുവരാൻ ഓരോ മലയാളിയും ബാധ്യസ്ഥനാണ്. ആ ഒരു മലയാളിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. എന്നിൽ നിന്നും ഇവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമായ 1-2 കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ നമുക്ക് സത്യം വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ട്. ഇടനിലക്കാരൻ കൽപേഷും കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് സ്വർണം എത്തിച്ചു നൽകിയത് ഇയാളായിരുന്നു. എന്നാൽ പ്രതിഫലമൊന്നും ലഭിച്ചില്ലെന്നാണ് കൽപേഷ് SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ കഴിഞ്ഞ ദിവസം ഇഡി ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് മിനിറ്റ്സിൽ തിരുത്തി എഴുതിയത് ജയശ്രീയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇവരുടെ കൈയക്ഷരം പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് ഇഡി കടന്നിട്ടുണ്ട്. മാത്രമല്ല ജയശ്രീയുടെ സ്വത്ത് വിവരങ്ങളും ഇഡി ശേഖരിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമെന്ന് മന്ത്രി VN വാസവൻ. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികളുടെ താൽപര്യം പരിരക്ഷിക്കുന്ന നിലപാട് സർക്കാർ കൈക്കൊള്ളും. ഇടതുമുന്നണിയിൽ കൂടിയാലോചിച്ച ശേഷം സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയം ഒന്ന് പരിശോധിക്കാതെ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കാം. നവകേരള സർവേ നിയമവിരുദ്ധം എന്നാണ് ഹൈക്കോടതി നിരീക്ഷണം, റദ്ദാക്കിയിട്ടുണ്ട് നിലവിൽ. ഓ ശരി, എന്താണോ അതിൽ ബന്ധപ്പെട്ടവരെല്ലാം ഞങ്ങളത് തന്നെയല്ലേ എഴുതി കൊടുത്തു. നേരത്തെ സമഗ്രമായ അന്വേഷണം വേണം, അത് വരുന്നു. അപ്പോൾ സ്വർണ്ണം ഇത് മാത്രമല്ല, മറ്റേ കൊടിമരത്തിലോട്ടും വരികയല്ലേ, അത് വിജിലൻസ് തുടങ്ങിക്കഴിഞ്ഞല്ലോ. അപ്പോൾ സ്വർണം കൊടുത്തെന്ന് 3-4 സിനിമാക്കാർ പോയി പറഞ്ഞല്ലോ. വിഴിഞ്ഞത്ത് ഹോട്ടൽ ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് കൊല്ലം സ്വദേശികളായി 2 പേർ മരിച്ചു. ഒരാൾ ചികിത്സയിലാണ്. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ഭക്ഷ്യവിഷബാധയാണോ എന്ന് പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കാനാവൂവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. വിഴിഞ്ഞത്തെ ഹോട്ടൽ പൂട്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടിയാണ് കൊല്ലം നിലമേൽ സ്വദേശികൾ വിഴിഞ്ഞത്ത് ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങിയത്. കടൽ വിഭവങ്ങളാണ് പ്രധാനമായും കഴിച്ചത്. മടക്കയാത്രയിൽ തന്നെ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യവും അനുഭവപ്പെട്ടിരുന്നു. ആദ്യം നിലമേലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഇതിൽ 2 പേർ പുലർച്ചയോടുകൂടി മരിച്ചു. നിലമേൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. റഷീദ ബീവിയുടെ മകൾ സജിമോൾ ചികിത്സയിലാണ്. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഹോട്ടൽ രാത്രിയോടുകൂടി തന്നെ പൂട്ടിച്ചു. എന്നാൽ ഭക്ഷ്യവിഷബാധയാണോ എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കാനാകില്ല എന്നും സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. മത്സ്യം കഴിച്ചതാണ് എന്നുള്ളതാണ് വാർത്തയിൽ കണ്ടത്. അങ്ങനെയാണെങ്കിൽ മത്സ്യം കഴിച്ച മറ്റുള്ളവർക്കുണ്ടോ, അങ്ങനെയുള്ള ബാക്കി വിശദാംശങ്ങളൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഈ ഘട്ടത്തിൽ എന്താണെന്നുള്ളത് വകുപ്പിന് സ്ഥിരീകരണം ഇല്ല. അപ്പോൾ അതിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പറയാനായിട്ട് കഴിയുക. എന്തായാലും അവിടെ രാവിലെ തന്നെ ഓഫീസേഴ്സ് എത്തി അതിന്റെ പ്രവർത്തനങ്ങൾ, നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഹോട്ടലിനെതിരെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. നമ്മൾ 11 മണിക്ക് പോയി, ഇവിടെ നിന്ന് 9 മണിക്ക് നിലമേലിருந்து പോയതാ. ഇവിടെ 11-11:15 എത്തിയപ്പോൾ പുട്ട് കളിഞ്ച്, കണവത്ത് ഒരെണ്ണം മേടിച്ച്, മീൻ മുട്ട മേടിച്ച്, അപ്പം മേടിച്ച്, പൊറോട്ട മേടിച്ച്. നമുക്കൊന്നും പ്രശ്നമില്ല. അമ്മ വരുമ്പോൾ നെഞ്ച് വേദന പറഞ്ഞ് നാക്ക് കിടന്ന് തളർന്ന്, പിന്നെ വെള്ളം ചോദിച്ച്, വെള്ളം അപ്പം കടയില്ലായിരുന്നു. കുറേ നേരം വന്നപ്പോൾ കട്ടൻ ചായ മേടിച്ചു കൊടുത്ത്, പിന്നെ അവിടെ നിന്ന് മട്ട പുള്ളിക്കാരൻ സർത്തിച്ച്, അതായത് ഷാജിങ് ആള് സർത്തിച്ച്, അങ്ങനെ ആട്ടിയങ്ങാലിൽ 5-6 പയ്യന്മാരുണ്ട്. അത് നമ്മൾ എന്തൊരു പ്രശ്നം കാണി അവർ വന്ന് അങ്ങനെ നിലമേൽ വണ്ടിയിൽ നമ്മൾ ആക്കിയതാണ്.
എന്നാൽ 400ഓളം പേർ ഇന്നലെ ഭക്ഷണം കഴിച്ചിരുന്നതായി ഹോട്ടലുടമ പറയുന്നു. മറ്റാർക്കും പ്രശ്നങ്ങളില്ല എന്നും വിശദമായ പരിശോധന നടക്കട്ടെ എന്നുമാണ് ഹോട്ടലുടമയുടെ പ്രതികരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം മുതലക്കോടത്ത് റോഡരികിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരനായ യുവാവിന് ദാരുണാന്ത്യം. മുതലക്കോടം സ്വദേശിയായ ജെയ്സ് ബെന്നിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ ആഴത്തിലുള്ള കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ കടുത്ത അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് നാട്ടുകാർ PWD ഓഫീസ് ഉപരോധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മാസങ്ങൾക്ക് മുൻപ് കലുങ്ക് നിർമ്മാണത്തിനായി തൊടുപുഴ മുതലക്കോടത്ത് റോഡരികിൽ വലിയ കുഴിയെടുത്തിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കുകയോ കുഴി കൃത്യമായി മൂടുകയോ ചെയ്തിരുന്നില്ല. ഈ കുഴിയാണ് ഒരു യുവാവിന്റെ ജീവൻ കവർന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മുതലക്കോടം ഭാഗത്തു നിന്നും തൊടുപുഴയിലേക്ക് വരികയായിരുന്ന ബൈക്ക് യാത്രികനായ മുതലക്കോട് സ്വദേശി ജെയ്സ് ബെന്നിയാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം നടന്ന ഉടനെ ജെയ്സിനെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 4-5 അപകടം ഈ കുഴി നടക്കുന്നത്. ഇത് 10-15 വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുവാണ്. ഇതുവരെ അതിനൊരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ കൗൺസിലർ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ പരാതി PWDയിലെല്ലാം പരാതി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇതുവരെ അത് ശരിയാക്കി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. ബോധപൂർവമല്ലാത്ത നരഹത്യക്ക് ഈ വിഷയത്തിൽ കൺസേൺഡ് PWD ഉദ്യോഗസ്ഥന്റെ പേരിൽ കേസെടുക്കണമെന്ന ഡിമാൻഡും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ തൊടുപുഴ PWD ഓഫീസ് ഉപരോധിച്ചു. കുഴി മൂടണമെന്ന് പലതവണ നാട്ടുകാർ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ ഇതിനു നേരെ മുഖം തിരിക്കുകയായിരുന്നുവെന്നും ആരോപണമുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി. തൊടുപുഴയിൽ റോഡിലെ കുഴിയിൽ വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ വിശദമായി അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായും റിപ്പോർട്ട് ലഭിച്ചാലുടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതിൻ്റെ വീഴ്ച ഏത് ഭാഗത്തുനിന്ന് വന്ന് പരിശോധിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിജിലൻസ് വിഭാഗത്തിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കർക്കശമായ നിലപാട് സ്വീകരിക്കും. ഇത് ഏത് ഭാഗത്താണെന്നുള്ള പരിശോധിക്കും. തൊടുപുഴ മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പം എല്ലാ വിശദമായ കാര്യങ്ങളും പരിശോധിക്കപ്പെടേണ്ടത്. തീർച്ചയായിട്ടും അതിലൊരു പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കർക്കശമായ നിലപാട്. കരാറുകാരുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു എന്നുള്ള ആരോപണം അല്ല, അതാ ഞാൻ പറയുന്നത്. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ കർക്കശ നിലപാട് സ്വീകരിക്കും. ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വിജിലൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ ഇതിൽ നടപടിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ഔദ്യോഗികമായി കടക്കുകയാണ് മുന്നണികൾ. ഇടതുമുന്നണിയും NDAയും ഔദ്യോഗികമായി കടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. LDF യോഗം ഈ മാസം 23-ന് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്യും. സീറ്റ് വിഭജനം അടക്കം ചർച്ചയാകും. BJPയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയുണ്ട്. സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ തയ്യാറാക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ പട്ടിക പുറത്തിറങ്ങുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിലേക്ക് വരുന്ന എല്ലാവരെയും സ്ഥാനാർത്ഥികളാക്കുമെന്ന ധാരണ വേണ്ടെന്നും പാർട്ടിക്ക് വ്യക്തമായ ഒരു സംവിധാനമുണ്ടെന്നും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ക്ഷാമമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ധാരാളം ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് ധാരാളം വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ UDFിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്. വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അങ്ങനെ ആരും സ്ഥാനാർത്ഥിത്വം ഒന്നും ചോദിച്ചിട്ടില്ല. അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും. അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥിയുടെ ക്ഷാമമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. മണിശങ്കരയ്യരെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ഒരു സംശയവും വേണ്ട. ഇനി ഇലക്ഷൻ ആകുമ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പരിപാടി ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസിന് എതിരാളികൾ ആരുണ്ടോ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയാണുള്ളത്. എന്താണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണിത്. അവർക്ക് ഇന്ധനം കൊടുക്കുക. ആര് കോൺഗ്രസിനെ എതിർക്കുന്നോ അവർക്ക് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. കണ്ണൂരിൽ മകൻ എടുത്തെറിഞ്ഞ വയോധിക മരിച്ചു. പള്ളിയാമൂലയിലെ ശാന്തയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം മദ്യപിച്ചെത്തിയ മകൻ ശാന്തയെ കസേരയോടെ എടുത്തെറിയുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരിക്കെയാണ് ശാന്ത മരിച്ചത്. മകൻ സജീവൻ നിലവിൽ റിമാൻഡിലാണ്.
ഡൽഹിയിൽ നടക്കുന്ന AI ഉച്ചകോടിക്ക് സൈബർ ആക്രമണ ഭീഷണി. വിദേശ ഹാക്കർമാർ ആക്രമണം നടത്തുമെന്ന് ഇന്റലിജൻസ് ഏജൻസികളുടെ മുന്നറിയിപ്പ്. ഇതേ തുടർന്ന് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. ഇന്നലെയാണ് AI ഇമ്പാക്ട് എക്സ്പോ 2026 തുടക്കമായത്. ഫെബ്രുവരി 16 മുതൽ 20 വരെയാണ് എക്സ്പോ. ബിൽ ഗേറ്റ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കില്ല. ക്ഷണിതാക്കളുടെ പട്ടികയിൽ നിന്ന് പേര് നീക്കി. എപ്സ്റ്റീൻ ഫയലിൽ പേര് വന്നതിന് പിന്നാലെ ബിൽ ഗേറ്റ്സ് പങ്കെടുക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നിരുന്നു. ഇതേ തുടർന്നാണ് പേര് ഒഴിവാക്കിയതെന്നാണ് വിവരം. AIയുടെ ദേശീയ പ്രദർശനമാണ് 70,000 ചതുരശ്ര മീറ്ററിൽ അധികം വിസ്തൃതി 10 വേദികളിലായി ഒരുക്കിയിരിക്കുന്നത്. ഓസ്ട്രേലിയ, ജപ്പാൻ, റഷ്യ, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി 13 രാജ്യങ്ങളിൽ നിന്നുള്ള 300-ലധികം പവലിയനുകൾ പ്രദർശനത്തിലുണ്ട്. ആഗോള സാങ്കേതിക കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, അക്കാദമിക് ഗവേഷണ സ്ഥാപനങ്ങൾ, കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന സർക്കാരുകൾ, അന്താരാഷ്ട്ര പങ്കാളികൾ എന്നിവർ എക്സ്പോയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗ്ലോബൽ സൗത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ അന്താരാഷ്ട്ര AI ഉച്ചകോടിക്കാണ് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത്. ഉച്ചകോടിയിൽ 500-ലധികം സെഷനുകളും 3250 പ്രഭാഷകരും പങ്കെടുക്കുന്നുണ്ട്. പീപ്പിൾ, പ്ലാനറ്റ്, പ്രോഗ്രസ് എന്നിങ്ങനെ 3 തീമുകളുമായാണ് പരിപാടി സജ്ജീകരിച്ചിരിക്കുന്നത്. 2.5 ലക്ഷത്തിലധികം സന്ദർശകർ എക്സ്പോയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ദക്ഷിണ മുംബൈയിലെ ലോക് ഭവനിലാണ് കൂടിക്കാഴ്ച. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ നിർണായക തീരുമാനത്തിന് പിന്നാലെ നടക്കുന്ന കൂടിക്കാഴ്ച പ്രതിരോധ മേഖലയിലെ വലിയ ചുവടുവയ്പ്പുകൾക്ക് സാക്ഷ്യം വഹിക്കും. ഇന്ന് പുലർച്ചെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ മുംബൈയിലെത്തിയത്. ഗവർണർ ആചാര്യ ദേവ്രാത്തും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ചേർന്ന് സ്വീകരിച്ചു. AI ഇമ്പാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം തന്ത്രപരമായ മേഖലകളിൽ ഉഭയകക്ഷി ചർച്ചകളും സന്ദർശനത്തിന്റെ പ്രധാന അജണ്ടയാണ്. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 3.25 ലക്ഷം കോടിയുടെ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർണായകമായ പ്രതിരോധ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ധാരണയായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് 3:15 മുംബൈയിലെ ലോക് ഭവനിലാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രിയും മാക്രോണും ചേർന്ന് ഇന്ത്യ ഫ്രാൻസ് ഇയർ ഓഫ് ഇന്നവേഷൻ 2026 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും സാങ്കേതിക മേഖലകളിലെ വളർച്ചയും സ്റ്റാർട്ടപ്പുകളുടെ സഹകരണം വർദ്ധിപ്പിക്കുകയുമാണ് ഫോറത്തിന്റെ ലക്ഷ്യം. മാക്രോണിന്റെ 4ാമത്തെ ഇന്ത്യ സന്ദർശനമാണെങ്കിലും മുംബൈയിലേക്കുള്ള ആദ്യ സന്ദർശനമാണ്. വ്യോമ സമുദ്ര മേഖലകളിൽ കൂടുതൽ പങ്കാളിത്തത്തിന് ഇന്ത്യയും ഫ്രാൻസും ലക്ഷ്യമിടുന്നുണ്ട്. പ്രതിരോധം, വ്യാപാരം, ആരോഗ്യം, വിതരണ ശൃംഖല തുടങ്ങിയ മേഖലകളിലായി 12ഓളം ധാരണാപത്രങ്ങളും പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒപ്പുവച്ചേക്കും. ഉഭയകക്ഷി ബന്ധങ്ങൾക്ക് പുറമെ റഷ്യ യുക്രൈൻ യുദ്ധം, ഗാസയിലെ സംഘർഷം, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങി ആഗോള വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ഫെബ്രുവരി 19 മാക്രോണിന്റെ മടക്കം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷൻ താരിഖ് റഹ്മാൻ ഇന്ന് വൈകുന്നേരം 4 സത്യപ്രതിജ്ഞ ചെയ്യും. പാർലമെന്റ് സമുച്ചയത്തിലെ സൗത്ത് പ്ലാസയിലാണ് ചടങ്ങ് നടക്കുക. താരിഖ് റഹ്മാനും മന്ത്രിസഭാംഗങ്ങൾക്കും പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രി, ലോക്സഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. 2026 ആദ്യ സൂര്യഗ്രഹണം ഇന്നാണ്. ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമാകില്ല. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:26 ആരംഭിച്ച് രാത്രി 7:57 അവസാനിക്കും. PSC പരീക്ഷയിൽ 1ാം റാങ്ക് ലഭിച്ചിട്ടും നിയമനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് PSC ഓഫീസ് ഉപരോധിച്ചു. PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ജോലി കിട്ടാത്ത സാഹചര്യത്തിൽ പിൻവാതിൽ നിയമനം അരങ്ങ് തകർക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഉപരോധം. മുഹമ്മദ് ഷമിക്ക് 8 വിക്കറ്റ് നേട്ടം. രഞ്ജി ട്രോഫിയിലാണ് ഈ നേട്ടം. ജമ്മു കശ്മീരിനെതിരെ നടക്കുന്ന മത്സരത്തിൽ ബംഗാളിന് വേണ്ടിയാണ് ഷമി 8 വിക്കറ്റ് വീഴ്ത്തിയത്. 90 റൺസാണ് ഷമി വഴങ്ങിയത്. കരിയറിലെ ഷമിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. ഷമിയുടെ പ്രകടന മികവിൽ ബംഗാൾ 26 റൺസിന്റെ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടിയിട്ടുണ്ട്. Can you feel that? Greens on backs with the crest held high. One more ball and we touch the sky. 2020 ലോകകപ്പിൽ ഓസ്ട്രേലിയയുടെ സൂപ്പർ 8 സാധ്യതകൾ മങ്ങുകയാണ്. ശ്രീലങ്കയുടെ 8 വിക്കറ്റിന് തോൽവി വഴങ്ങിയതോടെ നാളത്തെ സിംബാബ്വെ അയർലൻഡ് മത്സരം നിർണായകമാകും. സിംബാബ്വെ അയർലൻഡിനെ തോൽപ്പിച്ചാൽ ഓസീസ് ഔദ്യോഗികമായി ലോകകപ്പിൽ നിന്ന് പുറത്താകും. 3 കളികളിലും ജയിച്ച് ശ്രീലങ്ക സൂപ്പർ 8-ലെത്തി. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.